ജമാഅത്തെ ഇസ്ലാമി ബന്ധത്തിൽ മുസ്ലിം ലീഗിന് മുന്നറിയിപ്പുമായി സമസ്ത. ജമാഅത്തെ ഇസ്ലാമി ബന്ധം തുടർന്നാൽ അവർ മുസ്ലിം ലീഗിനെ വിഴുകുമെന്ന് SYS സംസ്ഥാന പ്രസിഡന്റ് മുസ്തഫ മുണ്ടുപാറ. ന്യൂസ് 18 പ്രൈം ഡിബേറ്റിലായിരുന്നു പ്രതികരണം. ലീഗിന്റെ നിലപാട് നോക്കിയല്ല സമസ്ത പ്രമേയം പാസാക്കുന്നതെന്നും മുസ്തഫ മുണ്ടുപാറ പറഞ്ഞു. ലീഗാണോ അല്ലയോ എന്നുള്ളതല്ല സമസ്തയുടെ തീരുമാനത്തിന്റെ അടിസ്ഥാനം. ആ സമസ്തയുടെ തീരുമാനം സമസ്തക്ക് ബോധ്യമായ കാര്യങ്ങളാണ് സമസ്ത പറയാറുള്ളത്. സമസ്ത എന്തുകൊണ്ടാണ് ജമാഅത്തെ ഇസ്ലാമിയെ എതിർക്കുന്നത്? ജമാഅത്തെ ഇസ്ലാമി ഇന്നും ഇന്നലെ അല്ല എതിർക്കുന്നത്. ജമാഅത്തെ ഇസ്ലാമി 1948 നമ്മുടെ കേരളത്തിൽ അതിൻ്റെ പ്രവർത്തനം നടക്കുന്നത്. അന്ന് മുതൽ ജമാഅത്തെ ഇസ്ലാമിയെ സമസ്ത എതിർത്തിട്ടുണ്ട്. 1926 സമസ്ത രൂപീകരിക്കപ്പെടുന്നത്. അതിൻ്റെ 100ാം വാർഷികം ആഘോഷിക്കപ്പെട്ടത്. അതിനുശേഷം വന്ന ഒന്നാമത്തെ കക്ഷി മുജാഹിദ് പ്രസ്ഥാനം, അതിനെ ഞങ്ങൾ എതിർത്തിട്ടുണ്ട്. എന്നാൽ ജമാഅത്തെ ഇസ്ലാമിയെ 2 കാരണങ്ങളാലാണ് ഞങ്ങൾ എതിർക്കുന്നത്. ഒന്ന്, വിശ്വാസപരമായി കർമ്മപരമായി സുന്നി വിശ്വാസധാരയ്ക്ക് എതിരായ പല നിലപാടുകളും സ്വീകരിക്കുന്ന വിഭാഗമാണ് ജമാഅത്തെ ഇസ്ലാമി. ഞങ്ങൾ ഒന്ന് എതിർക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം അതാ. അതായത് സുന്നികളുടെ വിശ്വാസ ആചാര അനുഷ്ഠാനങ്ങളെ നിഷേധിക്കുന്നവരാണ് മുജാഹിദും ജമാഅത്തെ ഇസ്ലാമിയും. ഈ മുജാഹിദ് എന്ന് പറയുന്ന പ്രസ്ഥാനത്തിൽ മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബാണ് അതിൻ്റെ ആചാര്യൻ. ഈ മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബിൽ നിന്നുകൊണ്ട് ഉൾക്കൊണ്ട ആശയമാണ് ഈ 2 പ്രസ്ഥാനത്തിനുള്ളത്, മുജാഹിദും ജമാഅത്തിനുള്ളത്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ജമാഅത്തെ ഇസ്ലാമിയെ ഒന്നാമതായി എതിർക്കാനുള്ള കാരണം വിശ്വാസപരമായി ഞങ്ങളും അവരും തമ്മിൽ വലിയ അന്തരമുണ്ട്. ഞങ്ങൾക്ക് യോജിക്കാൻ കഴിയാത്ത പല നിലപാടുകൾ അവർക്കുണ്ട്. രണ്ടാമതായി ഞങ്ങൾ ജമാഅത്തെ ഇസ്ലാമി എതിർക്കാനുള്ള കാരണം ഇന്ത്യയിലെ മതേതര സംവിധാനം നിലനിൽക്കുന്ന നമ്മുടെ നാട്ടിൽ അത്തരമൊരു മതപരമായ നിലപാടിലേക്ക് പോകുന്നത് ശരിയല്ല എന്ന ഉത്തമ ബോധ്യം ഞങ്ങൾക്കുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, തുടങ്ങിയപ്പോൾ തന്നെ ഞാൻ പറഞ്ഞു, പ്രത്യേകിച്ച് നമ്മുടെ കേരളം പോലും ആ സൗഹൃദത്തിൻ്റെ നാടാണിത്. വ്യത്യസ്തമായ മതങ്ങളും ആശയങ്ങളും ഒക്കെ ഉണ്ടാകുമ്പോൾ പോലും അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ലീഗിനെയല്ലേ ആദ്യം തിരുത്തേണ്ടത്? അങ്ങനെയാണെങ്കിൽ പാണക്കാട് തങ്ങൾ നേതൃത്വം നൽകുന്ന ലീഗിനെയല്ലേ നിങ്ങൾ ആദ്യം തിരുത്തേണ്ടത്? കാരണം ലീഗ് ഉൾപ്പെട്ട UDF ആണ് ഇപ്പോൾ ജമാഅത്തെ ഇസ്ലാമിയെ കൂടെ കൂട്ടുന്നത്. അത് അബദ്ധമാണ്. ഞങ്ങൾ പലപ്പോഴും മുസ്ലിം ലീഗ് ഉൾപ്പെടെ UDF ഉൾപ്പെടെ കോൺഗ്രസ് ഉൾപ്പെടെയുള്ള നേതാക്കന്മാരെ കാര്യം ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. ഇത് ചെയ്യുന്നത് ശരിയല്ല. പ്രത്യേകിച്ച് ജമാഅത്തെ ഇസ്ലാമി ഇവിടെ വളർന്നാൽ ഇവിടുത്തെ സൗഹൃദം തകരും. ഇവിടുത്തെ പാരമ്പര്യമായി നമ്മൾ നിലനിൽക്കുന്ന ഈ സാഹചര്യം ഇല്ലാതായി പോകുന്ന സാഹചര്യം വരും. ചെറുപ്പക്കാർക്കിടയിലേക്ക് അവരുടെ ആശയം വരും. അവസാനം ഈ മുസ്ലിം ലീഗിനെ പോലും ജമാഅത്തെ ഇസ്ലാമി വിഴുങ്ങും. മുസ്ലിം ലീഗിനെ പോലും ജമാഅത്തെ ഇസ്ലാമി ഇന്നല്ലെങ്കിൽ നാളെ വിഴുങ്ങും. മുസ്ലിം ലീഗ് പോലും വിരൽ കടിക്കേണ്ട സാഹചര്യം ഇവിടെ വരാൻ പോവുക. അത്രയേറെ അപകടം പിടിച്ച സാധനമാണ് ഈ പറഞ്ഞ ജമാഅത്തെ ഇസ്ലാമി. അതുകൊണ്ടാണ് ഞങ്ങൾ ഇതിനെ എതിർക്കുന്നത്. ഇന്ത്യൻ സാഹചര്യത്തിൽ മതേതരമായ ഒരു കാഴ്ചപ്പാട് നിലനിൽക്കുന്ന നമ്മുടെ നാട്ടിൽ ജമാഅത്തെ ഇസ്ലാമി ഇവിടെ വളർന്നാൽ, അവർ ഭരണ സംവിധാനത്തിലേക്ക് വന്നാൽ ഈ രാജ്യത്ത് അതിൻ്റെ കെടുതി അനുഭവിക്കാൻ പോകുന്നത് ഇവിടുത്തെ പാവപ്പെട്ട മുസ്ലിം സമുദായം. അതുകൊണ്ട് തന്നെ ആ ഒരു അവസ്ഥയിലേക്ക് വരാൻ പാടില്ല. ഞങ്ങൾക്ക് കർശനമായ നിലപാടുണ്ട കാര്യത്തിൽ ജമാഅത്തെ ഇസ്ലാമിയെ ഒരു സമയത്തും ഞങ്ങൾ അനുകൂലിച്ചിട്ടില്ല, അനുകൂലിക്കുകയുമില്ല. കാരണം ഈ 2 പ്രധാനപ്പെട്ട കാരണങ്ങളാലാണ്. അതുകൊണ്ട് തന്നെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ലീഗ് എടുക്കുന്ന തീരുമാനമാണോ സമസ്തൻ്റെത്, അത് ഇതിൽ സ്വാധീനിക്കുന്നില്ല. സമസ്ത സ്വതന്ത്രമായ ഒരു സംഘടന, ലീഗിൻ്റെ സംഘടനയല്ല. അങ്ങനെയൊക്കെ ചില നറേഷൻ നിങ്ങൾ മാധ്യമങ്ങൾ ഉണ്ടാക്കൽ ലീഗിൻ്റെ ബി പാർട്ടിയാണ് സമസ്ത എന്ന്. ലീഗിൻ്റെ ബി പാർട്ടിയല്ല. സമസ്ത സ്വന്തമായ നിലപാട് സ്വീകരിക്കാറുണ്ട്. ജമാഅത്തെ ഇസ്ലാമിയുടെ കാര്യത്തിൽ ലീഗിൻ്റെ നിലപാടും ഞങ്ങളുടെ നിലപാടും തമ്മിൽ വ്യത്യാസമുണ്ടല്ലോ. ഞങ്ങൾ ശക്തമായി എതിർക്കുന്നുണ്ട് മുസ്ലിം ലീഗിൻ്റെ നിലപാടിനെ. ആ അവസാനം അത് മുസ്ലിം ലീഗിന് തന്നെ ബോധ്യപ്പെടാൻ പോവുക, വിഴുങ്ങും. ജമാഅത്തെ ഇസ്ലാമി മുസ്ലിം ലീഗിനെ ഉൾപ്പെടെ വിഴുങ്ങാൻ പോവുക. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.